ദിസ് ഇസ് സ്വാതി ഹിയർ. നമ്മളൊരു യാത്ര പോവാണ്. ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. നമ്മൾ പോകുന്നത് ആദിയോഗിയിലോട്ടാണ്, കോയമ്പത്തൂരുള്ളത്. അപ്പോൾ കോയമ്പത്തൂർക്ക് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 121 കിലോമീറ്റർ ആണുള്ളത്. ഒരു 3.5 hours കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴിക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലിയേക്കര ടോളാണ്. നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഇനി പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ കാണാം. ലെറ്റ്സ് ഗോ. കാണുന്നതാണ് കുതിരാൻ ടണൽ. നമ്മുടെ കേരളത്തിൽ റോഡ് ഗതാഗതത്തിന് വേണ്ടി ഏറ്റവും ആദ്യം നിർമ്മിച്ചേക്കുന്ന ടണലാണ് കുതിരാൻ ടണൽ. ഇത് കൂടാതെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള 6 വരി പാതയുള്ള ടണൽ എന്ന ഒരു പ്രത്യേകതയും ഈ ഒരു ടണലിനുണ്ട്. അതിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു വ്യൂ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയെന്നേ ഉള്ളൂ. ഇത് ചെറിയൊരു മല പോലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറിപ്പോയി നോക്കി ഞാൻ. അപ്പോൾ ഇങ്ങനെ കയറിപ്പോകുന്ന കണ്ടപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നോക്കുമായിരുന്നു തന്നെ, എന്തിനാണ് ഈ പൊരിവെയിലത്ത് ഇറങ്ങി ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. അവിടെ വന്ന് നിന്നപ്പോഴാണ് കുറേ പ്ലാസ്റ്റിക്കൊക്കെ കൂട്ടിയിട്ടേക്കാന്ന് കണ്ടോ. നമ്മളിപ്പോഴും മറന്നു പോവാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒരു ജോലി നമുക്കുണ്ട് എന്നുള്ള കാര്യം. ഇവിടെ മലകളൊക്കെ കണ്ടോ. ഇത് വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനവിടെ കുറച്ച് നേരമൊക്കെ ആ പൊരിവെയിലത്തൊന്ന് വന്ന് നിന്ന് നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മണിയായപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. ഈ കാണുന്നതാണ് എൻട്രൻസ്. നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റോ അങ്ങനെ എൻട്രി ടിക്കറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കാം. പിന്നെ ഊഷ്മളതി ഹരിതാബിയൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ. പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. ആ നടത്താണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നല്ല കാറ്റാണ് കേട്ടോ. സൂര്യൻ അസ്തമിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആദിയോഗിയിൽ എത്തിയിട്ടുണ്ട്. ബാക്കിൽ കാണുന്നതാണ് സ്റ്റാച്യു. നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇനി കാണാം. ഇവിടെ എത്തിയപ്പോൾ മുതൽ വളരെ കൂൾ ആൻഡ് കാം മൈൻഡാണ്. ഇത്രയും ആൾക്കാരുടെ നടുവിൽ നിന്നിട്ട് പോലും ഒരു തിരക്കും ഫീൽ ചെയ്യുന്നില്ല. ഒറ്റയ്ക്കായ പോലെ തോന്നാം. എൻ്റെ ഈ ഇരിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ത് രസമാണെന്നറിയാമോ. അവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും നമ്മൾ ഒറ്റയ്ക്കാണെന്നേ നമുക്ക് തോന്നുള്ളൂ. അവിടെ ഇരിക്കാൻ തന്നെ എന്ത് രസമാണ്. ചൂടൊക്കെ ഉണ്ട്, എന്നാലും നമുക്കതൊന്നും ഫീൽ ചെയ്യേയില്ല. ഒരു പക്ഷേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എല്ലാവരും ഫോട്ടോഷൂട്ടിലായിരുന്നു. ഡാൻസ് പ്രാക്ടീസ്, റീൽസ് എടുക്കൽ എന്ന് വേണ്ട അങ്ങനെ കുറേ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ ബിസിയാണ്. ഞാൻ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ഇത് സൺസെറ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമയേക്കാന്നൊക്കെ പറയില്ല, അതുപോലൊരു സ്ഥലമാണിത്. സ്റ്റാച്യുവിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു അമ്പലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2-3 തന്ത്രിമാരൊക്കെ പൂജ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാം, അവിടെ കുറച്ച് നേരം ഇരിക്കാം. അങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പാണ്. ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലം. ഇത്ര വലിയ കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ എൻ്റെ കണ്ണ് പോയത് ആ താമരയിലോട്ടാണ്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ചെമ്പോ ഉരുളി അങ്ങനെ എന്തോ ഒരു പാത്രത്തിൽ താമരപ്പൂക്കൾ വളർത്തുന്നുണ്ട്. അവിടുത്തെ ആ താമരയിലോട്ടാണ് എൻ്റെ കണ്ണ് പോയത്. ഞാൻ കുറച്ച് നേരം അത് നോക്കിയിരുന്നു.
ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഹിസ്റ്ററി നോക്കാം. പരമശിവനോടുള്ള സ്മരണാർത്ഥം ഇഷ ഫൗണ്ടേഷനാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നത്. ഇത് മനുഷ്യൻ്റെ ഉപബോധ മനസ്സിനെ ഉണർത്തുക എന്ന ലക്ഷ്യമാണ് ഇവർക്ക് ഇതിലൂടെ ഉള്ളത്. ഇത് 82,000 സ്ക്വയർ ഫീറ്റ് പരന്ന് കിടക്കുന്ന ഒരു കോമ്പൗണ്ട് ഏരിയയാണ് ഇവർ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തത്. കോയമ്പത്തൂരാണുള്ളത്. ആൻഡ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കോളം പോലും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. കോളംസ് വെച്ച് വാർത്തെടുക്കില്ല, അങ്ങനെ ഇവർ ചെയ്തിട്ടില്ല. ആൻഡ് വേറൊരു പ്രത്യേകത, സിമെൻറ്റ് ആൻഡ് കോൺക്രീറ്റ് ഈ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവരിത് കൺസ്ട്രക്ട് ചെയ്തത്? 50 ടൺ ഗ്രാനൈറ്റ് ആൻഡ് 250 ടൺ സ്റ്റീൽ കൊണ്ടാണ് ഇവരിത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ സ്റ്റാച്യു ഫുള്ളി സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ സ്റ്റാച്യു ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് 4.5 months എടുത്തത്. ഈ കൺസ്ട്രക്ഷൻ്റെയോ ഫാബ്രിക്കേഷൻ വർക്ക്സ് പുരോഗമിക്കുമ്പോഴോ ഇവർ പുറത്തു നിന്ന് ഒരാളെ പോലും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പകരം ഇവർ ചെയ്തത് ഇഷ ഫൗണ്ടേഷന് കീഴിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു സ്റ്റാച്യുവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആശ്രമത്തിൻ്റെ ഡിസൈനർ എന്ന് പറയുന്നത് സദ്ഗുരു ജഗ്ഗി വാസുദേവാണ്. അങ്ങനെ ഞാൻ കുറേയൊക്കെ തൊട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേനും സൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ട്, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തെ കാണാൻ തന്നെ ഒരു നല്ല വൈബായിരുന്നു. നല്ല അടിപൊളി, നല്ല രസമാണ് അവിടെ. കുറച്ച് നേരം നമ്മൾ ഇരുന്നപ്പോഴത്തേനും അവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ലേസർ ഷോ തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും താഴെ തറയിലിരുന്നു. കൃത്യം 7 മണിയായപ്പോൾ തന്നെ ഷോ സ്റ്റാർട്ട് ചെയ്തു. ഒരു ടൈമിലും അവിടെ പൂജ നടക്കുന്നുണ്ട്. ആൾക്കാരെല്ലാവരും അവർ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഒരിക്കലും ഒരു കൾച്ചറിനെയോ ഒരു മതത്തെയോ ഒന്നുമല്ല ഫോളോ ചെയ്യുന്നത്. നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായും നമ്മളിവിടെ വരേണ്ടതാണ്. ഉറപ്പായും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മടുപ്പ് തോന്നില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള പ്ലേസാണ്. എന്തായാലും വരണം. Years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. Intensity peaked,
he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they call him a yogi, as he was the first one, the Adi Yogi. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.